രീതിയെക്കുറിച്ചുള്ള അപ്രോച്ചാണ്. നോർമാറ്റീവ് അപ്രോച്ച് എന്നത് ഒരു സ്റ്റേറ്റ് എങ്ങനെ ആയിരിക്കണം, അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയം എങ്ങനെ ആയിരിക്കണം, ഒരു രാജ്യത്തിൻ്റെ പ്രവർത്തനങ്ങൾ എങ്ങനെ ആയിരിക്കണം എന്ന രൂപത്തിൽ വിശകലനം ചെയ്യുന്നതാണ് നോർമാറ്റീവ് സമീപനം. നമ്മൾ നോർമാറ്റീവ് എന്നതൊരു പറഞ്ഞിരുന്നു, അതൊരു ആദർശം അല്ലെങ്കിൽ മാനദണ്ഡം അടിസ്ഥാനമായി പ്രവർത്തിക്കാം. ആദ്യമേ ഒരു കാര്യം തീരുമാനിക്കും, ഈ രൂപത്തിൽ ഗവൺമെൻറ് പ്രവർത്തിക്കണം എന്ന് പറയുന്നതിനെയാണ്, എന്ന രൂപത്തിൽ പഠനം നടത്തുന്നതിനെയാണ് നോർമാറ്റീവ് രീതി അല്ലെങ്കിൽ ആദർശ രീതിയിലുള്ള രീതി എന്നൊക്കെ പറയാം. നിങ്ങൾ നോർമാറ്റീവ് അപ്രോച്ച് എന്ന് പറഞ്ഞാൽ മതി. അപ്പോൾ അത് ആദ്യമേ തീരുമാനിക്കും, ഇത് ഇങ്ങനെ ആയിരിക്കണം, ഇതാണ് നല്ല രീതി എന്ന് ആദ്യമേ തീരുമാനിക്കും, ഒരു മൂല്യം കണക്കാക്കും, അതിനനുസരിച്ച് പ്രവർത്തിക്കണം എന്ന രൂപത്തിൽ പൊളിറ്റിക്കൽ തോട്ടിനെ പഠനം നടത്തുന്നതിനെയാണ് നോർമാറ്റീവ് രീതിയിൽ പഠനം നടത്തുക, നോർമാറ്റീവ് സമീപനത്തോട് പഠനം നടത്തുക എന്ന് പറയുന്നത്. അതേസമയം എംപിരിക്കൽ അപ്രോച്ചിൽ എന്താവണം എന്നല്ല, എന്താണ് ഇപ്പോഴത്തെ അവസ്ഥ എന്താണ് എന്ന രൂപത്തിൽ വിശകലനം ചെയ്യുന്നതിനാണ് എംപിരിക്കൽ അപ്രോച്ച് എന്ന് പറയുന്നത്. ഒന്നും കൂടി മനസ്സിലാക്കുകയാണെങ്കിൽ, നോർമാറ്റീവ് രീതിയിൽ ചില മൂല്യങ്ങളും ചില ആദർശങ്ങളും ഒക്കെ ഉണ്ട്, അതിനനുസരിച്ചായിരിക്കണം ഗവൺമെൻറ് പ്രവർത്തിക്കേണ്ടത്. അപ്പോൾ ഗവൺമെൻറ് എങ്ങനെയാണ് പ്രവർത്തിക്കേണ്ടത് എന്ന ആദ്യമേ നിശ്ചയിച്ച മൂല്യങ്ങളുണ്ട്. ആ മൂല്യത്തിനടിസ്ഥാനമായിട്ട് പഠനം നടത്തുന്നതിനെയാണ് ഗവൺമെൻറ് അങ്ങനെ ചെയ്യുന്നുണ്ടോ, ആ ആദർശത്തിനനുസരിച്ച് പ്രവർത്തിക്കുന്നുണ്ടോ എന്ന രൂപത്തിൽ പഠനം നടത്തുന്നതിനെയാണ് നോർമാറ്റീവ് അപ്രോച്ച് എന്ന് പറയുന്നത്. എന്നാൽ എംപിരിക്കൽ അപ്രോച്ചിൽ വിശകലനം ചെയ്യുന്നത് ഗവൺമെൻറ്റിൻ്റെ പ്രവർത്തനം എങ്ങനെയാണ്, അത് എന്തൊക്കെയാണ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്, ഏതൊക്കെ രൂപത്തിലാണ് അതിൻ്റെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോകുന്നത് എന്ന് പറയുന്നത്. അവ മൊത്തത്തിൽ നിരീക്ഷിക്കും, ഇപ്പോഴത്തെ അവസ്ഥ നിരീക്ഷിച്ച് ആ അവസ്ഥയെ വിശകലനം ചെയ്യുന്നതിനെയാണ്, അല്ലെങ്കിൽ അതിനെ പഠനം നടത്തുന്നതിനെയാണ് എംപിരിക്കൽ അപ്രോച്ച് എന്നുദ്ദേശിക്കുന്നത്. എംപിരിക്കൽ എന്ന് പറഞ്ഞാൽ പ്രായോഗികമായ രീതി എന്നൊക്കെയാണ് അർത്ഥം. അപ്പോൾ പ്രായോഗികമായ രൂപത്തിൽ ഒന്ന് പരിശോധിച്ചിട്ട് വസ്തുതകളെയും സംഭവങ്ങളെയൊക്കെ വിശകലനം ചെയ്യുന്ന ഒരു രീതിയാണ്. ആ രൂപത്തിൽ കുറേ തത്വങ്ങൾ ഉണ്ടാക്കിയെടുക്കുക, കുറേ ആശയങ്ങൾ ഉണ്ടാക്കിയെടുക്കുക, ഇതാണ് എംപിരിക്കൽ അപ്രോച്ച്. ഈ രണ്ട് രീതിയും രാഷ്ട്രീയപരമായ സംഭവവികാസങ്ങളെയും മറ്റും പഠനം നടത്തുന്നതിൽ വളരെ പ്രധാനപ്പെട്ട പങ്കുകൾ വഹിക്കുന്നുണ്ട്. ഒന്ന് നോർമാറ്റീവ് അപ്രോച്ച്, മറ്റൊന്ന് എംപിരിക്കൽ അപ്രോച്ച്. ഇനി നമ്മൾ പറയാൻ പോകുന്നത് ടെക്സ്റ്റുവൽ മെത്തേഡും കോണ്ടെക്സ്റ്റുവൽ മെത്തേഡും തമ്മിലുള്ള വ്യത്യാസമാണ്. അതിനൊന്ന് താരതമ്യം ചെയ്യുന്നത്. ടെക്സ്റ്റുവൽ മെത്തേഡ് എന്ന് പറഞ്ഞാൽ പ്രമാണമനുസരിച്ചുള്ള രീതിക്കാണ് ടെക്സ്റ്റുവൽ അപ്രോച്ച് എന്ന് പറയുക. ആദ്യമേ ഒരു പ്രമാണം ഉണ്ടാക്കി വെക്കും, ആ പ്രമാണം അനുസരിച്ച് പഠനം നടത്തുക. അതേസമയം കോണ്ടെക്സ്റ്റുവൽ അപ്രോച്ച് മെത്തേഡ് എന്ന് പറഞ്ഞാൽ അത് സന്ദർഭോചിതമായി രീതിയിൽ പഠനം നടത്തുക. രണ്ടും തമ്മിൽ വ്യത്യാസമുണ്ട്. സന്ദർഭോചിതമായി എന്ന് പറഞ്ഞാൽ മുൻകൂട്ടി ഒന്നും നിശ്ചയിച്ചില്ല, തീരുമാനിച്ചിട്ടില്ല, മറിച്ച് സന്ദർഭത്തിനനുസരിച്ച് എന്തൊക്കെയാണോ ഉണ്ടായിരിക്കുന്നത് അതിനെ വിശകലനം ചെയ്യുക. ആ രൂപത്തിൽ വിശകലനം ചെയ്യുന്നതിനാണ് സന്ദർഭോചിത അല്ലെങ്കിൽ കോണ്ടെക്സ്റ്റൽ മെത്തേഡ് എന്ന് പറയുന്നത്. നമ്മൾ ഈ പൊളിറ്റിക്കൽ തോട്ട് പഠിക്കുന്നത് തന്നെ പഴയ കാലത്തുള്ള പൊളിറ്റിക്കൽ തിങ്കേഴ്സിൻ്റെ ആശയങ്ങളും അവരുടെ പുസ്തകങ്ങളിലുള്ള വരികളും അതിൻ്റെ വിശകലനങ്ങളും അതുപോലെ അന്നത്തെ കാലത്തെ രാഷ്ട്രീയ അവസ്ഥകളെക്കുറിച്ചൊക്കെ പഠിക്കാൻ വേണ്ടിയാണ്. അവരുടെ എഴുത്തുകളും പുസ്തകങ്ങളൊക്കെ എങ്ങനെ വിശകലനം ചെയ്യണം എന്ന ഒരു ചോദ്യം പണ്ട് മുതലേ സോഷ്യൽ സയൻസിൽ ഉയർന്നു വരുന്ന ഒരു ചോദ്യമാണ്, പണ്ഡിതന്മാർക്കിടയിൽ വരുന്ന ഒരു ചോദ്യമാണ്. അന്നത്തെ കാലത്തുള്ള ആശയങ്ങൾ അടങ്ങുന്ന പുസ്തകങ്ങൾ അല്ലെങ്കിൽ അതിൻ്റെ ടെക്സ്റ്റുകൾ, അതിൻ്റെ എഴുത്തുകൾ, അതിനെ എങ്ങനെ വിശകലനം ചെയ്യണം എന്ന് പണ്ട് മുതലേ ഉയർന്നു വരുന്ന ഒരു ചോദ്യമാണ്. ഒരു ടെക്സ്റ്റ് വിശകലനം ചെയ്യാൻ കൃത്യമായ ഒരു നിയമങ്ങളോ അല്ലെങ്കിൽ കൃത്യമായൊരു നിയമങ്ങളുണ്ടോ, അഥവാ പ്രത്യേകമായ നിയമങ്ങളുണ്ടോ, അല്ല പൊതുവായ നിയമങ്ങളാണോ ഉള്ളത് എന്ന്, അഥവാ ഇത് മനസ്സിലാക്കാൻ, ഒരു ടെക്സ്റ്റിനെ ഇൻ്റർപ്രറ്റ് ചെയ്യാൻ, ടെക്സ്റ്റിനെ വ്യാഖ്യാനിക്കാൻ
പ്രത്യേകമായ ഒരു നിയമം ഉണ്ടാക്കേണ്ടതുണ്ടോ, അല്ല പൊതുവായ നിയമം ഉണ്ടാക്കിയാൽ മതിയോ എന്ന് പണ്ട് മുതലേ ഉണ്ടായിരുന്ന ഒരു ചോദ്യമാണ്. പക്ഷെ ഒരു കാര്യം വ്യക്തമാണ്, ഒരു ടെക്സ്റ്റിനെ ഇൻ്റർപ്രറ്റ് ചെയ്യണമെങ്കിൽ കറക്റ്റായ രീതി വേണം, ശരിയായ രീതിയും ശരിയായ സമീപനവും വേണം എന്നത് എല്ലാവരും സമ്മതിക്കുന്ന ഒരു കാര്യമാണ്. അടുത്തൊരു ചോദ്യം ഉയരുന്നത്, ആ പുസ്തകത്തെ നമ്മൾ ഇന്നത്തെ കാലത്തെ കാഴ്ചപ്പാടിലൂടെ വായിക്കണോ, അല്ല പഴയകാല ആ രീതിയിലാണോ വായിക്കേണ്ടത് എന്നതാണ് അടുത്തതായി ഉയർന്നൊരു ചോദ്യം. ഇത് മനസ്സിലാക്കാൻ, അഥവാ അന്നത്തെ കാലത്തെ ഒരു ടെക്സ്റ്റിനെ ഇന്ന് വായിക്കുമ്പോൾ അത് ഇന്നത്തെ കാലത്തിനോട് യോജിച്ച ആശയത്തിൽ വായിക്കണമോ, അല്ല അന്നത്തെ കാലത്തെ ആ സമീപനം ആ സന്ദർഭത്തിനനുസരിച്ച് വായിക്കണമോ എന്ന് നമ്മൾ പഠനം നടത്തുമ്പോൾ നമുക്ക് അത് മനസ്സിലാക്കണമെങ്കിൽ ടെക്സ്റ്റുവൽ രീതിയും കോണ്ടെക്സ്റ്റുവൽ രീതിയും നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. എന്താണ് ടെക്സ്റ്റുവൽ രീതി, എന്താണ് കോണ്ടെക്സ്റ്റുവൽ രീതി? അതിൽ ടെക്സ്റ്റുവൽ രീതി എന്ന് പറയുന്നത് ഒരു പുസ്തകത്തെ, അതായത് പഴയകാല ഒരു പുസ്തകം, ക്ലാസിക്കൽ ടെക്സ്റ്റ് എന്ന് പറയും. ക്ലാസിക്കൽ എന്ന് പറഞ്ഞാൽ പഴയകാലം എന്നർത്ഥം. പഴയകാല ഒരു പുസ്തകത്തെ